Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. കുറേയധികം പുതിയ ഇൻഫർമേഷൻസും പുതിയ ന്യൂസുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വെൽക്കം ബാക്ക് ടു എവിക്ക. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നാളെ ജൂൺ 10 തിങ്കളാഴ്ച ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST രാത്രി 10:30 നമ്മുടെ ഈ പറഞ്ഞ WW24 നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു ഇവൻ്റ് നമുക്ക് iOS 18, iPadOS 18, macOS, tvOS, HomePodOS, watchOS, visionOS 2 എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനി WWDCയുടെ ഒരു ചെറിയ എന്താ പറയുക ഫൈനൽ റിപ്പോർട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം. നമുക്ക് ഓരോ ദിവസം ഓരോ മിനിറ്റുകൾക്ക് ശേഷം തന്നെ നമുക്ക് പുതിയ കുറേയധികം റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയ കുറച്ച് ലേറ്റസ്റ്റ് ചൂടായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ആപ്പിൾ ആ ഒരു iOS 18 ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന iOS 17 വന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ജേണൽ എന്ന് പറയുന്നത്. അത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. ഇനി ഈ ഒരു iOS 18 വരുന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ സെറ്റിങ്സിൽ ഒരു പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ പാസ്വേഡും സേവ് ചെയ്യുന്ന അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ ബ്രൗസറിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്പ് സ്റ്റോറിലൊക്കെ 1 പാസ്വേഡ് അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് കിട്ടും നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യാൻ വേണ്ടി. അതിന് ഡെഡിക്കേറ്റ് ആയിട്ട് ആപ്പിൾ തന്നെ തരാൻ പോകുന്ന ഒരു പുതിയ ആപ്ലിക്കേഷനാണ് പാസ്വേഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ വെബ് ബ്രൗസറിലും അതേപോലെ ആപ്ലിക്കേഷൻസിലും എല്ലാം നമ്മുടെ പാസ്വേഡ്സ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പിളിലേക്ക് വരുമ്പോൾ പേര് മാറ്റാൻ പോവാണ്. നമുക്കറിയാം ആപ്പിളിൻ്റെ ഓരോ കാര്യത്തിനും ഓരോ പേരാണ്. സൂപ്പർ XDR ഡിസ്പ്ലേ, റെറ്റിന ഡിസ്പ്ലേ, ഡിസ്പ്ലേ, ടഫിൻ ഗ്ലാസ്. നമ്മുടെ ഗൊറില്ല ഗ്ലാസ്സിനെ ആപ്പിൾ പറയുന്നത് എന്താണ്? ഈ പറയുന്ന സെറാമിക് ഷീൽഡ് എന്നാണ്. പക്ഷേ ആപ്പിളിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആപ്പിൾ കുറേയധികം ട്വീക്കിങ്ങും റിഫൈൻമെൻറ്റും പിന്നെ അവരുടേതായ പേരുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആപ്പിൾ യൂസേഴ്സിന് കൊടുക്കുന്നത്. സോ ആ സെയിം പാറ്റേൺ ഇവിടെയും ആപ്പിൾ മറക്കാതെ ഫോളോ ചെയ്യുന്നുണ്ട്. AI എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ആപ്പിളിലേക്ക് വരുമ്പോൾ അത് AI സ്റ്റാൻഡ്സ് ഫോർ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നാകും. ഈ ഒരു പേര് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല, പക്ഷേ ആപ്പിളിൻ്റെ രീതിയാണ്. ആപ്പിളിൻ്റെ രീതിയിലുള്ള പേരുകൾ ആപ്പിൾ ഇടും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു ഇത് പറയുകയാണെങ്കിൽ എൻ്റെ ഓരോ സാധനങ്ങൾക്കും ഓരോ പേരുണ്ട്. ഇപ്പോൾ എൻ്റെ റൂമിന് ഒരു പേരുണ്ട് ആമൻ, അതേപോലെ എൻ്റെ വണ്ടിക്ക് ഒരു പേരുണ്ട്. അങ്ങനെ ഓരോ സാധനത്തിനും ഓരോ പേരുണ്ട്. ഈ പറഞ്ഞ പേരുകൾ അവർക്ക് ഫേവറേറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇടുക. സോ ആപ്പിൾ ഒരു കസ്റ്റമർ സാധനം കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ രീതിയിൽ ഫേവറേറ്റ് ആക്കിയായിരിക്കും അവർ കൊടുക്കുക. അത് ഒബ്വിയസ്ലി അങ്ങനെയാണ്. എൻ്റെ പെർസെപ്ഷൻ, ഞാൻ ആപ്പിൾ എന്തൂസിയാസ്റ്റ് പറഞ്ഞല്ല, എനിക്കും ആ ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ നമ്മുടെ ഐപാഡിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, കാൽക്കുലേറ്റർ. ഈ പറഞ്ഞ കാൽക്കുലേറ്ററിൽ ഇൻ്റലിജൻസ് ആയ കുറേയധികം മാറ്റങ്ങൾ ചിലപ്പോൾ വരില്ല എന്നാണ് മാർഗർണർ പറയുന്നത്. ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് കാണുന്ന ആ റൗണ്ട് ഷേപ്പ് ഡയലുള്ള സെയിം ആ ഒരു ഓൾഡ് സ്കൂൾ അല്ലെങ്കിൽ ഒത്തൻറ്റിക് ആയിട്ട് വരുന്ന ആ ഒരു സെയിം കാൽക്കുലേറ്റർ ആപ്പ് തന്നെയായിരിക്കും ഐപാഡിലേക്കും വരാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് visionOS വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ WWDCയിൽ visionOS 2 കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ വിഷൻ പ്രോ ഇൻ്റർനാഷണലി കുറേയധികം കൺട്രിയിലേക്ക് ആപ്പിൾ ഷിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് US മാത്രമാണ് ഈ പറഞ്ഞ വിഷൻ പ്രോ ലഭിക്കുക. മറ്റ് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ വിഷൻ പ്രോ വാങ്ങിച്ച് എക്സ്പോർട്ട് ചെയ്യാണ് പതിവ്. പക്ഷേ ഇൻ്റർനാഷണലി കാനഡ, സ്പെയിൻ, പിന്നെ UK ഇങ്ങനത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇൻ്റർനാഷണലി ഈ പറഞ്ഞ വിഷൻ പ്രോ ഷിപ്പ് ചെയ്യാനുള്ള ആ ഒരു തീരുമാനം നമുക്ക് നാളെ ചിലപ്പോൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ iPhone 16 Pro Maxൻ്റെ ഒരു ലീക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ iPhone 15 അല്ലെങ്കിൽ 16 Pro Max ആണ് ഇനി വേൾഡിൽ ഏറ്റവും തിന്നസ്റ്റ് ബെസൽ സ്മാർട്ട് ഫോണായിട്ട് വരാൻ പോകുന്നതാണ് നമുക്കിടെ റിപ്പോർട്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ
ആപ്പിൾ നോക്കുന്നത് ഏറ്റവും ടഫനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അതേപോലെ സ്ലീക്കും സ്ലിമ്മുമായിട്ടുള്ള പ്രൊഡക്റ്റിലേക്കുമാണ് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം MKBHDയുടെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടായിരുന്നു, ആപ്പിൾ കൂടുതൽ ഈ പറഞ്ഞ വാട്ടർ റെസിസ്റ്റൻസും ബാക്കി കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനും ബാക്കി ആ ഒരു ഡ്യൂറബിലിറ്റിയും എല്ലാം ആപ്പിൾ എൻഷുർ ചെയ്യുമ്പോൾ അതേപോലെ സർവീസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് എന്നാണ് ആപ്പിൾ പറയുന്നത്. ആ ഹീറ്റ് സീലും ബാക്കി കുറേ കാര്യങ്ങളും അതിലുണ്ട്. സോ ഇതേപോലെ ആപ്പിൾ തിന്നസ്റ്റ് ആക്കുമ്പോൾ ഡിസ്പ്ലേന് അതേപോലെ ഫ്രെജൈൽ ആവാനുള്ള അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ്, പെട്ടെന്ന് വീഴുമ്പോൾ ചിലപ്പോൾ ക്രാക്ക് വരാനും അങ്ങനെ ബുദ്ധിമുട്ട് വരാനും ചാൻസ് കൂടുതലാണ്. പക്ഷേ ആപ്പിൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പിന്നീട് വരുന്ന ഒരു ന്യൂസാണ് നമ്മുടെ iOS 18 iMessageൽ കുറേയധികം മാറ്റങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ എഫക്ട്സുകളും ബാക്കി കുറേ കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞാൽ അതേപോലെ ബാക്ക് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പ് ബാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നമുക്ക് ടാപ്പ് ബാക്ക് ചെയ്ത് തന്നെ നമുക്ക് ഇമോജീസ് സെലക്ട് ചെയ്യാൻ പറ്റില്ലേ? സോ അതേ സെയിം ആ ഒരു ഓപ്ഷൻസ് നമ്മുടെ ഈ പറയുന്ന iMessageൽ ഇമോജീസ്, കസ്റ്റം ഇമോജീസ്, നമ്മുടെ ഇഷ്ടമുള്ള ആ ഒരു ഇമോജീസ് ഇപ്പോൾ ആപ്പിളിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടാപ്പ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ iMessageൽ സെലക്റ്റഡ് ആയ ലവ് പിന്നെ 2 എക്സ്ക്ലമേറ്ററി ചിഹ്നം അങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇമോജീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും iMessageൽ വരുന്നതെന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. അതേപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസാണ്, എയർപോഡ്സിന് ഒരു പേറ്റൻറ്റ് ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, എയർപോഡ് കേസിൽ നമ്മുടെ എയർപോഡ്സ് പ്രോവിൻ്റെ കേസ്, ആ ഒരു കേസിൽ സ്ക്രീൻ വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് എയർപോഡ്സ് റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എയർപോഡ്സ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു എയർപോഡ്സ് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഒരു എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു എയർപോഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ ഇങ്ങനത്തെ ഒരു എയർപോഡ്സും കൂടെ വരാനുള്ള ചാൻസ് ഇപ്പോഴല്ല, ദിസ് ഇയർ ഫോൾ ആയിരിക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആയിരിക്കാം, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നും നമുക്ക് റിപ്പോർട്ട് ഇടുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ മനസ്സിലായി അതേപോലെ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ടെലിഗ്രാം വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും പുതിയ അപ്ഡേഷൻസ് വേണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഇപ്പോഴും ചെക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് Ebin Xavier signing from Evica.